ഇനി നമുക്ക് അമൃത ടിവിയുടെ സ്വന്തം ചക്കര മുത്താണ് വിധു ബാല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. കാരണം 10 വർഷം കഥയല്ലിത് ജീ ആ പ്രോഗ്രാമിന്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 10 വർഷം? 10 വർഷം ശരിക്കും ഈ പ്രോഗ്രാം കോവിഡ് വന്നപ്പോഴാണ് ഇത് നിർത്തേണ്ടി വന്നത്. ആ സമയം അതുവരെ 10 വർഷം പോയത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഈ എനിക്കൊരു ആത്മബന്ധമാണ് ഈ ചാനലുമായിട്ട്. കാരണം എന്റെ ജീവിതത്തിലെ ഒരു വഴിതിരിവായ ഒരു പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഒരു സിനിമകളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് പിന്നീട് ഒരു ടെലിവിഷൻ രംഗത്തിലൂടെ തിരിച്ചു വന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരുപാട് കുട്ടികൾക്കും വിധുബാല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. അതിനുശേഷമാണ് ഓക്കെ ഇവര് ഇങ്ങനെ അഭിനയിച്ചിരുന്നു, ഈ പാട്ടുകൾ ഒക്കെ നമുക്ക് മനസ്സിൽ വരുന്നത്. അപ്പോൾ എല്ലാ ജനറേഷന്റെയും ആളുകളുടെ ഇടയിൽ ചേച്ചിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ക്ഷണം എങ്ങനെയാണ് വന്നത്, ചേച്ചിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ എഴുത്തുകാരൻ പത്മരാജനെ കേട്ടിട്ടില്ലേ? പത്മരാജൻ നമ്മുടെ ഞാൻ ഗന്ധർവന്റെ ഒക്കെ രാജേട്ടന്റെ വൈഫ് എൻ്റെ ചെറിയമ്മയാണ്. അപ്പോൾ അവരെ മകൻ അനന്ത പത്മനാഭൻ എന്ന് പറയും, ചാനലിലായിരുന്നു അദ്ദേഹം. ഇതിന്റെ ഡിസ്കഷൻ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് വിധുബാല ചേച്ചിയെ വിളിക്കാം എന്ന് അദ്ദേഹമാണ് അത്രേ പറഞ്ഞത്. അപ്പോൾ പപ്പൻ എന്നെ വിളിച്ചു. ഞാൻ അന്ന് മദ്രാസിലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ വേറെ വർക്ക് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏട്ടനെ അപ്പോൾ അവിടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു പ്രോഗ്രാം പറയാനാണ് വിളിക്കുന്നത്, മുഴുവനും കേട്ടിട്ട് തർക്കുത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചു. പറഞ്ഞു ഒരു പ്രോഗ്രാമുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസർ വിളിക്കണ സമയത്ത് മുഴുവനും കേൾക്കൂ ചേച്ചി, അതിനു മുമ്പ് എന്നെ ചാടി കയറി പറ്റില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പിന്നെ വിളിച്ചു, എന്നെ കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പം എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ കാലിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഏട്ടനോട് ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മോള് ഒന്നും ആലോചിക്കണ്ട, ഇത് മോളുടെ ലൈനാണ്, മോളത് ചെയ്യൂ, യാതൊരു ഭയവും വേണ്ട, ചെയ്തോളൂ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഒരു ചെറു പ്രോഗ്രാമോ ഒരു വെറും ആങ്കറിങ്ങമോ അല്ല, അതിൽ കൗൺസിലിംഗ് വേണം, ലീഗലായിട്ടുള്ള പോയിന്റ്സ് വേണം, പിന്നെ 2 വ്യക്തികളുടെ ജീവിതം വെച്ചാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതെനിക്കൊരു ശാപമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇല്ല മോളെ അതൊന്നും ആലോചിക്കുക വേണ്ട, യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ മേക്ക് ഇറ്റ്. കാരണം അത്രയും ആ സൈക്കോളജിയോടും എല്ലാത്തിനോടും ഉള്ള ഒരു അത്രയും അടുപ്പമുള്ളതുകൊണ്ട് യു ആർ ബോൺ ഫോർ ദാറ്റ് വിത്ത് മോളെ എന്ന് പറഞ്ഞ് ഏട്ടൻ പറഞ്ഞാണ്. പിന്നെ ഈ പ്രൊഡ്യൂസർ കെയിം ഒരുപാടൊരു 3-3.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വീട്ടിലിരുന്നിട്ട്. എല്ലാം റൈറ്റ് ഫ്രം ദി കോസ്റ്റ്യൂംസ് വി ഹാഡ് സ്പോക്കൺ. എന്നിട്ടാണ് പറഞ്ഞത് കെൽസ വരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട, അതും കൂടി വന്നാൽ നമുക്ക് കുറേയും കൂടെ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ കെൽസ വന്നു. അങ്ങനെയാണ് ആ പ്രോഗ്രാം തുടങ്ങിയത്. സംഭവിക്കുന്നു ഫസ്റ്റ് ഡേ ഇവിടെ വന്ന് ഈ സെറ്റിൽ കയറുമ്പോൾ അയ്യോ ആ വേറ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വേറെ വരും. കാരണം ഒരു കോൺസെപ്റ്റ് വെച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയതാണ്. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും ആ പ്രോഗ്രാം ഒരു പുതിയ അനുഭവമായിരുന്നു. ആസ് എൻ ആങ്കർ ചേച്ചിക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് 10 years കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രം തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ആ ഒരു വിശേഷം നമ്മുടെ അമൃത TV തന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ.